ഗുഡ് മോർണിംഗ്. കുഞ്ഞടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുഞ്ഞടുക്കളയിൽ രാവിലെ എന്നത്തെയും പോലെ തന്നെ 5 മണിയായപ്പോൾ നമ്മുടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്രധാന വിഷയം. പിന്നെ നമുക്ക് ഇന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ഒതുക്കുന്നതേ ഇന്ന് നമുക്ക് ആശാരിപ്പണിക്ക് ആളുണ്ടേ. അപ്പം നമ്മൾ ജോലിയൊക്കെ ഒതുക്കി നമ്മൾ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജോലികളെ ഒതുക്കി അവരൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ രാവിലെ വെപ്രാളപ്പെട്ട് എല്ലാ ജോലിയും ഒതുക്കി കേട്ടോ. അപ്പം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ ഉണക്ക മീനിരുന്നേ നെത്തോലി. അപ്പോൾ അത് ചമ്മന്തി അരയ്ക്കാൻ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇന്നലെ ഞാൻ തുണി അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എടുത്ത് വിരിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറേ തുണികൾ അടിച്ചിടാനും ഉണ്ടായിരുന്നേ. അപ്പോൾ അതും എടുത്ത് നമ്മൾ അടിക്കാനായിട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരെ ബുക്കും പുസ്തകമൊക്കെ ടൈം ടേബിൾ നോക്കി അത് ശ്രീധുവിനുള്ളത് ചെയ്തോളും. ദേവശ്രീക്കാണ് പാട്. അവൾക്കങ്ങനെ അധികമൊന്നും ഇല്ല. ഉള്ള ബുക്ക് കൊടുത്തു വിടുന്നത് ഹോംവർക്ക് ചെയ്ത് നമ്മളങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അതുകൂടെയൊക്കെ എടുത്തു വെച്ചു റെഡിയാക്കി കൊടുത്ത്. പിന്നെ നമ്മുടെ ജനലെല്ലാം ഇന്ന് വെയിൽ നന്നായിട്ടുണ്ട്. ഇന്നല്ല ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നല്ല വെയിലുണ്ട്. മഴയൊക്കെ കിട്ടിയിട്ട് കുറച്ചധികം ദിവസമായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലികളെല്ലാം പരപ്രപ്രാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. കാരണം എപ്പോഴാണ് അടി ഉണ്ടാവണമെന്ന് അറിയാൻ പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഭയങ്കര സ്നേഹം കെട്ടിപ്പിടിച്ചിരിക്കുന്നതും കാണാം. കുറച്ച് കഴിയുമ്പോൾ അടിയാവും കേട്ടോ. അതവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഒരു സാധനം എൻ്റെ മക്കൾ എടുത്തെടുത്ത് വെക്കാറില്ലേ, അത് അപൂർവമാണ്. അപ്പം ഞാൻ തന്നെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അലമാരിയിലൊക്കെ, അതൊക്കെ ചെയ്തു. അപ്പോൾ രണ്ടുപേരും കൂടെ പല്ല് തേച്ചു. പിന്നെ ദേവുവിന് സ്നാക്സിനല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മുട്ട വറുത്തെടുത്തു. അപ്പോൾ അവൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് ചോറിന് വെച്ചിട്ട് ഞാൻ പഴം റോസ്റ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ രണ്ടുപേരും കൂടെ കുളിച്ചുകൊണ്ട് വന്നിരുന്ന് ചേട്ടൻ അനിയത്തിക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്. എനിക്ക് സമയം താമസിച്ചു വേണ്ടി ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡി ആക്കിയിട്ട് പിന്നെ പുട്ടായിരുന്നു രാവിലത്തെ കാപ്പിക്ക്. ദേവദാസ് എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ അഗസ്തിപ്പൂ വഴറ്റി വെച്ചിരിക്കുന്നതാണ്, എണ്ണ കാച്ചി വെച്ചിരിക്കുന്നതാണെന്ന് വെച്ചാൽ ദേവിൻ്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ വർണ്ണങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തൊട്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അത് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ മെഷീൻ കേടായി കിടന്നേ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് പോയി. പക്ഷെ നടന്നില്ല. അത് അതിൻ്റെ സ്ക്രൂന്ന് ഊരിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വാരി വലിച്ച് തൂത്തെടുത്തു. പിന്നെ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പൂച്ചയല്ല, ഇവിടെ വന്ന് കയറിയ പൂച്ചയാണ്. അത് പ്രസവിച്ചു 3 കുഞ്ഞുങ്ങളായിരുന്നേ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. താങ്ക് യു.